നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. കോറ ഇഡ്ഡലി. ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു ഇഡ്ഡലിയാണത്. ഇത് ഞാൻ വീട്ടിൽ തന്നെ കോറ അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കോറ വെച്ചിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 2 ഗ്ലാസ് കോറ ഒരു 3-4 മണിക്കൂർ കുതിർത്തി ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കണം. ഒരു മിക്സി ജാറിലിട്ടിട്ട് ഇതുപോലെ അരച്ചെടുക്കണം. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഇപ്പോൾ ഈ കോറയിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒപ്പത്തിനൊപ്പം ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ടാണ് അരയ്ക്കേണ്ടത്. ഇപ്പോൾ ഇത് കോറ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു തുണി വിരിക്കുക. അരിപ്പയിലും മതി. ഇതേപോലൊരു തുണി വിരിച്ചിട്ട് അതിലേക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇനി അത് ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇതേപോലെ പിഴിഞ്ഞെടുത്തതിൻ്റെ എല്ലാം ഇതുപോലെ നമുക്ക് അരച്ചെടുക്കണം. ഇതിങ്ങനെ അരച്ചെടുത്തിട്ട് ഇതൊരു 4-5 മണിക്കൂർ വയ്ക്കുമ്പോഴേക്കും അടിയിൽ ഇതിൻ്റെ നൂറൊക്കെ പോയിട്ട് അടിഞ്ഞേ വരും. നമുക്കെന്നിട്ട് തെളി മാത്രം ഊറ്റിക്കളഞ്ഞാൽ കട്ടിയായിട്ടുള്ള മാവ് കിട്ടും. അതൊരു 3-4 മണിക്കൂർ നമ്മളിതുപോലെ അരച്ച് വെച്ചിട്ട് ഊറാൻ വയ്ക്കണം. അപ്പോൾ ഇത് അരച്ച് വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിയുമ്പോഴേക്ക് തന്നെ ഇതേപോലെ ഊറി വന്നിട്ടുണ്ട്. കണ്ടോ? ഇങ്ങനെ ഇതിൻ്റെ അടിയിൽ മാവ് വന്ന് അടിഞ്ഞ് വരും. മുകളിൽ വെള്ളം നിൽക്കും. അപ്പോൾ 2 മണിക്കൂർ ഇതുപോലെ ഇരിക്കണം. അപ്പോൾ നമുക്ക് ആ കട്ടി മാവായിട്ട് കിട്ടും. 2 മണിക്കൂർ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് കോറയ്ക്ക് 1/2 ഗ്ലാസ് ഉഴുന്ന് ഇതുപോലെ കട്ടിയിൽ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ആ കോറ നമ്മൾ അരച്ച് വെച്ചത് ഊറിക്കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി പാകത്തിൽ ഉപ്പിട്ടിട്ട് ഇളക്കി അവിടെ വെച്ചാൽ മതി. ഇത്ര പണിയുള്ളൂ. ഈസി ആയിട്ട് നമുക്ക് കോറ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് ഊറിക്കഴിഞ്ഞാൽ നമുക്കിത് എല്ലാം കൂടി ചേർത്ത് കലക്കി വെക്കാം. ഒരു 4 മണിക്കൂർ അത് ഊറട്ടെ. അപ്പോൾ കട്ടി മാവായിട്ട് കിട്ടും. ഉഴുന്ന് ഞാൻ 1/2 ഗ്ലാസ്സാണ് എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ്സിലേക്ക് 1/2 ഗ്ലാസ് ഉഴുന്നാണ് ഇതുപോലെ അരച്ചെടുത്തിരുന്നത്. ഉഴുന്ന് കട്ടിയിൽ തന്നെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ കോറ അരച്ച് വെച്ചിട്ട് 2-3 മണിക്കൂർ ആയിട്ടുണ്ട്. ഇതുപോലെ മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. കണ്ടോ? ഇനി നമുക്കത് ആ വെള്ളം കൂടെ ഊറ്റിയെടുക്കണം. ഒരു പാത്രത്തിലേക്ക് ഈ വെള്ളം ഊറ്റിയെടുക്കാം. ഇതേപോലെ തെളിഞ്ഞു വരും. കണ്ടോ? ആ തെളി മാത്രം ഇതേപോലെ ഊറ്റിയെടുക്കാം. അപ്പോൾ നമ്മളിതിലത്തെ മോൾ ഭാഗത്തെ വെള്ളം മുഴുവനെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരച്ചു വെച്ച ഉഴുന്ന് മാവ് അതിലേക്ക് മിക്സ് ചെയ്യാം. ഉഴുന്ന് മാവ് കട്ടിയിൽ തന്നെ അരയ്ക്കാൻ നോക്കണം. ഇനി ഇത് ചേർത്തി ഇളക്കി വയ്ക്കുക. ഇഡ്ഡലി മാവിൻ്റെ കട്ടിയിലാവണം നമ്മൾ മാവ് യോജിപ്പിച്ചെടുക്കാൻ. ഇതിൻ്റെ കോറപ്പൊടി വെച്ചിട്ടും ചെയ്യും കേട്ടോ. കോറപ്പൊടി വെച്ച് ചെയ്യുമ്പോൾ എന്താ അറിയോ, അത് കഴുകാനൊന്നും പറ്റില്ലല്ലോ. ഇത് നമ്മൾ നല്ലോണം കഴുകിയിട്ടാണ് കുതിർത്തി വയ്ക്കുക. എന്നിട്ട് നമ്മൾ അരിച്ചെടുക്കുമ്പോൾ കുറേ തോലൊക്കെ ഇങ്ങനെ പോയി കിട്ടും. ഒരുപാട് തോല് ഉള്ളിൽ ചെല്ലില്ല. കോറപ്പൊടി കൊണ്ട് ചെയ്യാം കേട്ടോ. കോറപ്പൊടി കൊണ്ടുള്ള കോറ ഇഡ്ഡലി അങ്ങനെ ഉണ്ടാക്കാം. കണ്ടോ? ഈ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ നമ്മളെ യോജിപ്പിച്ചിട്ട് ഇത് അങ്ങനെ കലക്കി മാവാക്കി അവിടെ വയ്ക്കുക. നമ്മൾ ഇഡ്ഡലി മാവൊക്കെ കലക്കി വയ്ക്കണില്ലേ, അതുപോലെ തന്നെ ഇത് രാവിലേക്ക്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 9:30-10 മണിയായിട്ടുണ്ട്. ഇത് രാവിലേക്ക് പാകത്തിൽ പൊന്തി ഒന്നും കൂടി കട്ടിയായിട്ട് വരും.
എന്നിട്ട് നമുക്കത് ഇഡ്ഡലി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഉപ്പ് ചേർത്താൽ മതി. രാവിലെ എടുക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഈ കോറ അരച്ച് വെച്ചിട്ട് ഉഴുന്നൊക്കെ ചേർത്ത് വെച്ചിട്ട് 5-8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, അതേപോലെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ ഇളക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇന്നലെ ഇട്ടിട്ടില്ലല്ലോ, ഉപ്പിട്ട് കൊടുക്കാം. ഞാനത് തികന്ന് പോണ്ടാച്ചിട്ട് വലിയ പാത്രത്തിലാക്കി വെച്ചതാണ്. നമ്മളിപ്പോഴും മാവ് അരച്ചാൽ വലിയ പാത്രത്തിലാക്കി വെച്ചിട്ടില്ലെങ്കിൽ തികന്ന് പോവും, ഇരട്ടിപ്പടി പോവും പിന്നെ പിറ്റേ ദിവസം. അപ്പോൾ അത് ഇഡ്ഡലി മാവ് അരച്ച് വെക്കുമ്പോൾ എപ്പോഴും വലിയ പാത്രത്തിൽ തന്നെ വെക്കണം. ഉണ്ട്. അപ്പോൾ ഈ കോറി ഉഴുന്നും കൂടി നല്ല മാവായിട്ട് പൊങ്ങി വന്ന് കനലില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയൊരു ഇഡ്ഡലി തട്ട് എടുത്തിട്ട് അതിൽ എണ്ണ ഇത്തിരി പുരട്ടി കൊടുക്കാം. നമുക്ക് വേഗം അടന്ന് കിട്ടാൻ എളുപ്പമുണ്ട്. നമുക്ക് ഈ ഇഡ്ഡലി തട്ട് മോറാനും ഈസിയാണ്. എല്ലാ തട്ടിലും ഇതുപോലെ പുരട്ടി കൊടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഇഡ്ഡലിയാണത്, കോറ. നമ്മളിത് ആഹാരത്തിൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യമെങ്കിലും ഉൾപ്പെടുത്തിയാൽ അത്രയും നല്ലതാണ്. ഇനി നമുക്ക് മാവ് ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാകം പോലെ ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം അധികം ആവാണ്ട് നോക്കണം കേട്ടോ. ഇഡ്ഡലി മാവിൽ പാകം വെള്ളമേ പാടും, വല്ലാതെ കട്ടിയാവരുത്. ഇനി വെള്ളം തിളച്ചതിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലാ തട്ടിലും ഇതുപോലെ നമുക്ക് ഒഴിച്ചെടുക്കാം. എണ്ണ പരട്ടുകൊണ്ട് വേഗം നമുക്കത് അടർത്തിയെടുക്കാൻ പറ്റും. കോറ തലേ ദിവസം അരച്ചു വെക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അത് ഊറി കിട്ടാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ രാവിലെ അരച്ചു വെച്ചാൽ വൈകുന്നേരത്തിന് ഊറും, അങ്ങനെയായാലും മതി. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവണം. 10 മിനിറ്റ് വേവട്ടെ. ഇഡ്ഡലി അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഉണ്ടോ, വെന്തിട്ട് നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട്. ഒരു സ്പൂണിൻ്റെ വാലുകൊണ്ട് കുത്തി നോക്കിയാൽ അറിയാം. ഓ, വെന്തെണ്ണു കണ്ടോ. ഇനി നമുക്കത് എടുക്കാം. വെള്ളം കുറേശ്ശെ തളിച്ചു കൊടുക്കണം. നല്ലപോലെ ആറിയതിന് ശേഷം നമുക്കത് എടുക്കാൻ പാടുള്ളൂ. അപ്പോഴേ നമുക്ക് ശരിക്കും അത് അടന്നു പോരുള്ളൂ. അപ്പോൾ അത് 2 മിനിറ്റ് ഇരുന്നിട്ട് ഒന്ന് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അടർത്തിയെടുക്കാം. എപ്പോഴും ഒന്ന് തണുത്തിട്ടാണ് എടുക്കാം. അപ്പോൾ അത് നേരെ കിട്ടും. ഉണ്ട്, നല്ല പൂവ് പോലെയുള്ള ഇഡ്ഡലിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഹെൽത്തിയാണ്. ഇനിയും കോറ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്കത് കഴിക്കാൻ അത്ര ഇഷ്ടപ്പെടില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ മാറ്റി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ടേസ്റ്റോടു കൂടെ കഴിക്കാനും പറ്റും, ആർക്കും മടുക്കുമില്ല. കോറ ഉള്ളിൽ ചെല്ലും ചെയ്യും. വളരെ ഹെൽത്തി ആയിട്ടുള്ളതല്ലേ കോറ. അപ്പോൾ അത് ഉള്ളിൽപ്പെടുത്തണമെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ വെറൈറ്റി മാറിയിട്ട് ഉണ്ടാക്കിയാൽ മതി.
നോക്കൂ എത്ര നന്നായിട്ടാണ് കിട്ടിയാണ്. പൂവ് പോലെയുള്ള ഇഡ്ഡലിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ? അടിപൊളി കോറ ഇഡ്ഡലി ഇവിടെ റെഡിയായി. അതിൻ്റെ ഒപ്പം കൂട്ടി കഴിക്കാൻ ഉള്ളി സാമ്പാറുണ്ട്, അതുപോലെ ഇഷ്ടമുണ്ട്. ഉരുളക്കിഴങ്ങ് ഉള്ളിയും കൂടി നല്ല ഇഷ്ടം വെച്ചിട്ടുണ്ട്. എന്ത് വേണമെങ്കിൽ കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റോടുകൂടെ നമുക്കിത് കഴിക്കാൻ പറ്റും. അതുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ കോറ ഇഡ്ഡലി നിങ്ങളെല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. നന്നായിരിക്കും. എല്ലാവർക്കും വളരെയേറെ ഇഷ്ടപ്പെടും. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ അപ്പോഴപ്പോൾ കാണാം. ഇനി നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.